അവളെയും കാത്ത് ഭാഗം 8. സിത്താര തെല്ല് ഭയത്തോടെ ചുറ്റും നോക്കി. ആരെങ്കിലും കാണുന്നുണ്ടോ? അതായിരുന്നു അവളുടെ ഭയം. അവളെ അറിയാവുന്ന ആളുകളുണ്ട്, കാരണം അവളുടെ വീടിനടുത്തേക്കുള്ള വഴിയിലാണ് അവർ നിൽക്കുന്നത്. എനിക്ക് കാര്യം പറയാനുണ്ട്. എന്തേ എന്ന ഭാവത്തിൽ സിത്താര ഷാജിറിനെ ഒന്ന് നോക്കി. എനിക്ക് തന്നെ ഇഷ്ടമായി കൂടെ കൂട്ടണമെന്നുമുണ്ട്. തനിക്കിഷ്ടമാണെങ്കിൽ തുറന്നു പറയണം, എനിക്ക് അറിഞ്ഞേ പറ്റൂ, ഷാജിർ പറഞ്ഞു. അവൾ ആദ്യം ഒന്നും മിണ്ടിയില്ല. എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല, അങ്ങനെയാണ് അവൾ പറഞ്ഞത്. ഇനിയിപ്പോൾ താനും ഇഷ്ടമാണെന്ന് ഒറ്റയടിക്ക് പറഞ്ഞാൽ തന്നെക്കുറിച്ച് ഷാജിർ എന്ത് വിചാരിക്കും? അതുകൊണ്ടാണ് സിത്താര അങ്ങനെ പറഞ്ഞത്. സിത്താരയുടെ മറുപടി കേട്ടതും ഷാജിർ തെല്ല് നേരം അവിടെ നിന്ന് ബൈക്കെടുത്ത് തിരിച്ചുപോയി. സിത്താര വേഗം വണ്ടിയെടുത്തു. തനിക്കിതെന്തിൻ്റെ കേടാണ്? ഇഷ്ടമാണെന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? അവൾ സ്വയം ചോദിച്ചു. പതിവ് പോലെ വീട്ടിലെത്തിയ ഉടനെ കുളിയും ചായകുടിയുമെല്ലാം കഴിഞ്ഞ് ചുമ്മാ സിറ്റൗട്ടിൽ വന്നിരുന്നു സിത്താര. ഫോൺ കയ്യിൽ തന്നെയുണ്ട്. അനീനയെ ഒന്ന് വിളിച്ച് ഉണ്ടായ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞാലോ? അവൾ ഫോണെടുത്ത് അനീനയുടെ നമ്പർ ഡയൽ ചെയ്തു. 4-5 വട്ടം റിങ് ചെയ്താണ് ഫോൺ എടുത്തത്. നീ എവിടെയായിരുന്നടി? എത്ര നേരമായി ഞാൻ ഫോണടിക്കുന്നു? സിത്താര പരിഭവത്തിൽ പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, TV കാണായിരുന്നു. എന്താ, സീരിയസ് വിഷയം വല്ലതുമാണോ? അനീന ചോദിച്ചു. സിത്താര ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഒന്നും വിടാതെ. എന്നിട്ട് നീ എന്തിനാ നിനക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞത്? അത് കുറച്ച് കൂടിപ്പോയിട്ടോ. എനിക്കപ്പോൾ അങ്ങനെ പറയാനാ തോന്നിയേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഇനിയിപ്പോൾ നിനക്ക് മാറ്റി പറയണമെന്ന് തോന്നുന്നുണ്ടോ? അനീന കളിയാക്കി ചോദിച്ചു. ആലോചിച്ച് നോക്കട്ടെ. സിത്താരയുടെ മറുപടിയും വന്നു. നീ ആലോചിച്ച് പിടിച്ചു വരുമ്പോഴേക്കും വല്ല പെൺപിള്ളാരും അടിച്ചോണ്ടു. എന്നാ അങ്ങ് കൊണ്ടുപോട്ടെ, സിത്താര പറഞ്ഞു. നീ വേണ്ടാത്തതൊന്നും പറയല്ലടാ, സിത്താര ആദ്യം പറഞ്ഞതിനെ പറ്റി പറഞ്ഞു. എന്തായാലും നാളെ കോളേജിൽ വരുമ്പോൾ അറിയാം ബാക്കി. നീ ഇനി ഓരോന്നാലോചിച്ച് കൂട്ടണ്ട, ടെൻഷൻ ആവണ്ട. സിത്താര മൂളി. എന്നാൽ നാളെ കാണാം. ഞാൻ ഫോൺ വെക്കാണ് കേട്ടോ. ഓക്കെ, നാളെ കാണാം. സിത്താര ഫോൺ കട്ട് ചെയ്തു. എന്തിനാ അപ്പോൾ അങ്ങനെ പറഞ്ഞ്? വേണ്ടായിരുന്നു. സിത്താരയ്ക്ക് സങ്കടമായി. രാവിലെ ആവാൻ അവൾ നിമിഷങ്ങൾ എണ്ണി കാത്തിരുന്നു. രാവിലെ ആവുന്നേയില്ല. സമയം നോക്കി മടുത്തു. അവൾക്ക് ഉറക്കം വരുന്നേയില്ലായിരുന്നു. അതിനാലെയാണ് അവൾ ശരിക്കും ഒന്നുറങ്ങിയത്. അതുവരെ അവൾ ഓരോന്നാലോചിച്ചു. ഉറക്കം അവളുടെ അരികയിലെത്തിയതേയില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അവൾ നേരത്തെ കോളേജിൽ പോവാൻ റെഡിയായി. ഇന്നെന്താ നേരത്തെ? ഉമ്മ ചോദിച്ചു. അത്ര നേരത്തെ ഒന്നുമല്ല, അനീനയുടെ വീട്ടിൽ പോയി അവളെയും കൂട്ടണം. ഞാൻ ഇറങ്ങാം ഉമ്മ. അവളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന കാര്യം. അവൾ ബസ്സിൽ പോണേന് മുമ്പ് അവിടെ എത്തണം. സ്കൂട്ടറിൽ കയറുന്നതിനിടയിൽ സിത്താര പറഞ്ഞു. അനീന കുളി കഴിഞ്ഞ് ചായ കുടിക്കാനിരിക്കുമ്പോഴാണ് പുറത്ത് സ്കൂട്ടറിൻ്റെ ഒരു ശബ്ദം കേട്ടത്. നീ ഒരുങ്ങിയില്ലേ? ചോദ്യം കേട്ട് തലതിരിച്ചു നോക്കിയപ്പോൾ സിത്താര നിൽക്കുന്നു. ആഹാ, നീയായിരുന്നോ? ഞാൻ കരുതി അച്ഛനെ കാണാൻ ആരെങ്കിലും വന്നതാവുന്ന്. നിനക്കെന്താ, ഇന്ന് വഴി തെറ്റിയോ? അനീന കളിയാക്കി ചോദിച്ചു. ഇന്ന് നിന്നെ കൂടി കൂട്ടാമെന്ന് കരുതി. നീ ബസ്സിനേ ഉള്ളൂ എങ്കിൽ ഞാൻ പൊയ്ക്കോളാം. ഒരു കോമഡി പറഞ്ഞതാണ് എൻ്റെ പെണ്ണെ. നീ ഇരിക്ക്. നല്ല ദോശയും സാമ്പാറുമുണ്ട്. വേണ്ട, ഞാൻ ചായ കുടിച്ചു. എനിക്ക് ചായ മാത്രം മതി. ദോശ വേണ്ട. വീട്ടിൽ നല്ല പത്തിരിയും ചിക്കൻ കറി ഉണ്ടായിരുന്നു. കൊതിപ്പിക്കല്ലേടി? അനീന പറയുന്നത് കേട്ട് സിത്താര ചിരിച്ചു. അനീനയുടെ അമ്മ ചായ കൊണ്ടുകൊടുത്തു. നീ ചായ കുടിക്ക്, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഇപ്പോൾ വരാം. അനീന അവളുടെ റൂമിലേക്ക് നടന്നു. സിത്താര ചായയും കുടിച്ച് TV-യിലേക്ക് നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അനീന ഒരുങ്ങി റെഡിയായി വന്നു. പോകാം. പോകാം. സിത്താര എഴുന്നേറ്റു. അമ്മ, ഞങ്ങൾ ഇറങ്ങുക. സൂക്ഷിച്ചു പോണേ മോളെ, അമ്മ വിളിച്ചു പറഞ്ഞു. ഇന്നെന്താ നീ നേരത്തെ? ഒന്നുമല്ല, ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഷാജിറിനോട് അങ്ങനെ പറയണ്ടെന്ന് ഇപ്പോൾ തോന്നുക. അപ്പോൾ ഇഷ്ടമാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ അവൻ എന്ത് കരുതുമെന്ന് വിചാരിച്ചു. ബെസ്റ്റ്. ഇനി അവൻ എന്താ ചെയ്യാന്ന് നോക്കാം. കോളേജ് ഗേറ്റ് കടന്ന് സ്കൂട്ടർ നിർത്തി അവർ ഇറങ്ങി. അവൻ എന്നും നിൽക്കുന്നിടത്ത് അന്ന് ഷാജിർ ഇല്ലായിരുന്നു. സിത്താര നിരാശയിൽ അനീനയെ നോക്കി. നീ ചെയ്തത് ശരിയായില്ല സിത്തു. അവനെ നീ അങ്ങനെ നോക്കി ഇഷ്ടപ്പെട്ടതല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല. ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ അനീന പറഞ്ഞു. സിത്താര ഒന്നും പറയാതെ മുഖം കുനിച്ച് നടന്നു. ഷാജിറിൻ്റെ ക്ലാസ്സിലെത്തിയപ്പോൾ സിത്താര അവനിരിക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് നോക്കി. അവിടെ അവൻ ഇരിക്കുന്നുണ്ട്. അവൻ അവളെ നോക്കുന്നേയില്ലായിരുന്നു. സിത്താരയ്ക്ക് ആകെ വിഷമമായി. അവർ ക്ലാസ്സിലെത്തിയപ്പോൾ സിത്താര പറഞ്ഞു. എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. സിത്താര അനീനയോട് പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ, ഉച്ചയ്ക്ക് നോക്കാം, അനീന പറഞ്ഞു. ഉച്ചയായപ്പോൾ അനീന ഷാജിറിൻ്റെ ക്ലാസ്സിനടുത്തെത്തി. അവർ ഊണ് കഴിക്കാൻ പോകുമ്പോൾ അവൾ ഷാജിറിനോടായി പറഞ്ഞു. 1 മിനിറ്റ് ഒന്ന് വരൂ. അനീനയുടെ അടുത്തേക്ക് പോയി.
നിന്നോട് ഒരാൾക്ക് എന്തോ സംസാരിക്കണമെന്ന് അവൾ സിത്താരയെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു. എനിക്കൊന്നും പറയാനില്ല, ഷാജിർ പറഞ്ഞു. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയാൽ കഷ്ടത്തിലാവണത് ഞാനാണ് കേട്ടോ. അവൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നീ ഒന്ന് കേൾക്ക്. ഷാജിർ സിത്താരയെ നോക്കി. അവൾ ആകെ വിഷമിച്ച് നിലത്ത് കണ്ണും നട്ട് തൂണിൽ ചാരി അങ്ങനെ നിൽക്കുന്നു. ഓക്കെ, അനീന പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ കേൾക്കാം. അവൻ സിത്താരയുടെ അടുത്തേക്ക് പോയി. എന്തോ സംസാരിക്കാനുണ്ടെന്ന് അനീന പറഞ്ഞല്ലോ, എന്താണ്? തെല്ലു ഗൗരവത്തിൽ അവൻ ചോദിച്ചു. അത് ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞതിൽ സോറി. എന്തിനാണിപ്പോൾ ഒരു സോറി? അത് ഞാൻ ഇന്നലെ വെറുതെ ഒന്ന് പറഞ്ഞൂന്നേ ഉള്ളൂ. പിന്നെ ഇന്ന് ശരിക്കും വേറെന്തെങ്കിലും ഉണ്ടോ? അവൾ പതിയെ മൂളി. എന്നെ ഇഷ്ടാണോ? ഷാജിറിൻ്റെ ചോദ്യത്തിൽ എന്ന് ചിരിച്ചു മൂളിക്കൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. ഷാജിറിൻ്റെയും സിത്താരയുടെയും പ്രണയ നിമിഷങ്ങൾക്കായി അടുത്ത എപ്പിസോഡ് വരെ നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.